വികസിതവുമായ ഒരു ഇന്ത്യയാണ് മഹാത്മാഗാന്ധി സ്വപ്നം കണ്ടത്. രാജ്യം വൃത്തിയായും സൂക്ഷിച്ച് ഭാരതമാതാവിനെ സേവിക്കുക എന്നത് നമ്മുടെ കടമയാണ്. മാലിന്യമുക്ത നവകേരളം ജനകീയ ക്യാമ്പയിന്റെ ഭാഗമായി വെഞ്ചേമ്പ് NGPM ഹയർ സെക്കൻഡറി സ്കൂളിൽ ഹരിതസഭ നടത്തി. കരവാളൂർ ഗ്രാമപഞ്ചായത്തിലെ കുട്ടികളുടെ ഹരിതസഭയാണ് വെഞ്ചേമ്പ് NGPM ഹൈസ്കൂളിൽ സംഘടിപ്പിച്ചത്. പൂർണ്ണമായും ഹരിതചട്ടങ്ങൾ പാലിച്ച് കുട്ടികളുടെ നിയന്ത്രണത്തിലായിരുന്നു ഹരിതസഭ നടത്തിയത്. NGPM ഹൈസ്കൂൾ വിദ്യാർത്ഥി ദേവപ്രയാഗ് അധ്യക്ഷത വഹിച്ചു. യോഗത്തിൽ ശിവന്യ S. പിള്ള സ്വാഗതം ആശംസിച്ചു. മാലിന്യ നിർമ്മാർജ്ജന രംഗത്ത് കരവാളൂർ ഗ്രാമപഞ്ചായത്ത് നടത്തിയ പ്രവർത്തനങ്ങളുടെ റിപ്പോർട്ട് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് R. ലതികമ്മ അവതരിപ്പിച്ചു. പുനലൂരിന്റെ പൊൻതിളക്കം അൽ-അമീൻ ജ്വല്ലേഴ്സ് ഗോൾഡൻ ഡയമണ്ട്സ്, പോസ്റ്റ് ഓഫീസ് ജംഗ്ഷൻ, പുനലൂർ. കേരള ഗവൺമെന്റിന്റെ നിർദ്ദേശപ്രകാരം മാലിന്യമുക്ത നവകേരളം എന്ന പരിപാടിയുമായി ബന്ധപ്പെട്ട് കഴിഞ്ഞ വർഷവും ഇതുപോലെ തന്നെ നമ്മൾ ഈ സ്കൂളിൽ വെച്ച് തന്നെ ഹരിതസഭ കൂടുകയും നല്ല രീതിയിൽ അന്നത്തെ ഹരിതസഭയുടെ നിർദ്ദേശങ്ങൾക്ക് അനുസരണമായി നമ്മൾ കുട്ടികളിൽ നിന്ന് കിട്ടിയ നിർദ്ദേശവും ആ മാലിന്യ നിർമ്മാർജ്ജനം എങ്ങനെ ചെയ്യാം എന്ന് ഓരോ കുട്ടികളും അതിൽ നിന്ന് മനസ്സിലാക്കി അവരുടെ ആവശ്യങ്ങളുടെ അടിസ്ഥാനത്തിൽ തന്നെ നമ്മൾ ഈ ഒരു വർഷക്കാലം അത് മുഖ്യകാര്യം എടുത്തുകൊണ്ട് തന്നെയാണ് കരവാളൂർ ഗ്രാമപഞ്ചായത്ത് പ്രവർത്തനങ്ങൾ വിലയിരുത്തി മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. ഈ വരുന്ന അല്ലെങ്കിൽ അടുത്ത 2025 മാർച്ച് 30 നമ്മുടെ സംസ്ഥാനമൊട്ടാകെ മാലിന്യമുക്തം നവകേരളം എന്ന ലക്ഷ്യം കൈവരിക്കുന്നതിന് വേണ്ടിയുള്ള പ്രവർത്തനങ്ങളും അന്നേ ദിവസം തന്നെ ഇത് സംസ്ഥാനമൊട്ടാകെ പ്രഖ്യാപിക്കുകയും ചെയ്യണം എന്ന ഉദ്ദേശത്തോടു കൂടിയുള്ള പ്രവർത്തനങ്ങളാണ് നമ്മൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. സംസ്ഥാനം പ്രഖ്യാപിക്കുന്നതോടൊപ്പം തന്നെ നമ്മുടെ കരവാളൂർ ഗ്രാമപഞ്ചായത്ത് മാലിന്യമുക്തമായി പ്രഖ്യാപിക്കേണ്ടതായിട്ടുണ്ട്. അപ്പം അതിൽ ഏറ്റവും വിലപ്പെട്ടത് നിങ്ങളുടെ കുട്ടികളുടെ ഓരോ രീതിയിലുള്ള ഇടപെടലുകളാണ്. കാരണം നിങ്ങളാകുമ്പോൾ സ്കൂളുകളിലും അതുപോലെ തന്നെ വീടുകളിലും സമൂഹത്തിലും ഒക്കെ ഈ സന്ദേശം എത്തിക്കുന്നതിന് ഏറ്റവും പ്രാധാന്യം കൊടുക്കുന്നത് കുട്ടികൾ തന്നെയാണ്. ഇപ്പോൾ തന്നെ ഇതിന്റെ ഏകദേശ രൂപവും ഇതിന്റെ ലക്ഷ്യവും ഉദ്ദേശവും ഒക്കെ ഓരോ കുട്ടികളും സ്വായത്തമാക്കിക്കൊണ്ടിരിക്കുകയാണ്. ഹരിതസഭയുടെ ലക്ഷ്യത്തെക്കുറിച്ച് മേഘ S. നായർ സംസാരിച്ചു. ഹരിതസഭ നടത്താൻ തീരുമാനിച്ചിരിക്കുകയാണ്. ഇന്ന് നമ്മുടെ സ്കൂളും രണ്ടാമത്തെ ഹരിതസഭയ്ക്ക് ആതിഥ്യം വഹിക്കുകയാണ്. മാലിന്യ നിർമ്മാർജ്ജന സംവിധാനങ്ങളിൽ കുട്ടികളുടെ പങ്കാളിത്തം ഉണർത്തുക, ശുചിത്വ മാലിന്യ സംസ്കരണ പ്രവർത്തനങ്ങളുടെ മാതൃകയായി വിദ്യാഭ്യാസ സ്ഥാപനങ്ങളെ മാറ്റുക, മാലിന്യ സംസ്കരണ പ്രവർത്തനങ്ങളുടെ ഗുണദോഷങ്ങൾ കുട്ടികളിലൂടെ സമൂഹത്തിന് പകർന്നു നൽകുക എന്നിവ ലക്ഷ്യമായാണ് ഹരിതസഭ നടത്തുന്നത്. ഇന്ന് ഹരിതസഭയിൽ പങ്കാളികളാകാൻ ഇവിടെ എത്തിച്ചേർന്നിരിക്കുന്ന AMMHS കരവാളൂർ, GLPS വെഞ്ചേം, NGPM സെൻട്രൽ സ്കൂൾ, ഗവൺമെന്റ് SVLPS മാത്ര, ഓക്സ്ഫോർഡ് സെൻട്രൽ സ്കൂൾ കരവാളൂർ, സെന്റ് ജോർജ് സ്കൂൾ നരിക്കൽ, GWLPS നിലമേൽ, GLPS കരവാളൂർ, NGPM ഹയർ സെക്കൻഡറി സ്കൂൾ എന്നീ സ്കൂളുകളിലെ അധ്യാപകരെയും വിദ്യാർത്ഥികളെയും ഇവിടെ സന്നിഹിതരായിരിക്കുന്ന വിശിഷ്ട വ്യക്തികളെയും ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ S. ബിന്ദു പ്രതിജ്ഞ ചൊല്ലിക്കൊടുത്തു. തുടർന്ന് ഗ്രാമപഞ്ചായത്ത് പരിധിയിലെ 10 സ്കൂളുകളിൽ നിന്നും തിരഞ്ഞെടുക്കപ്പെട്ട പ്രതിനിധികൾ റിപ്പോർട്ട് അവതരിപ്പിച്ചു. നരിക്കൽ സെന്റ് ജൂഡ് സ്കൂൾ, വെഞ്ചേമ്പ് ഗവൺമെന്റ് LPS, മാത്ര ഗവൺമെന്റ് SVLPS, സെൻട്രൽ NGPM സ്കൂൾ, NGPM ഹൈസ്കൂൾ, ഹയർ സെക്കൻഡറി സ്കൂൾ, നീലാമാൾ ഗവൺമെന്റ് LPS, കരവാളൂർ ഗവൺമെന്റ് LPS, കരവാളൂർ AMMHS, കരവാളൂർ ഓക്സ്ഫോർഡ് സെൻട്രൽ സ്കൂൾ എന്നിവിടങ്ങളിലെ കുട്ടികളും അധ്യാപകരുമാണ് ഹരിതസഭയിൽ പങ്കെടുത്തത്. ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് K. യോഹന്നാൻകുട്ടി, വാർഡ് മെമ്പർമാരായ P. പ്രകാശ് കുമാർ, ലക്ഷ്മി GS, ലതിക, ലിസി ഷിബു, സെക്രട്ടറി അരുൺ അലക്സാണ്ടർ, ജീവനക്കാർ, ശുചിത്വ മിഷൻ പ്രതിനിധികൾ, ഹരിതകർമ്മസേനാംഗങ്ങൾ എന്നിവർ പങ്കെടുത്തു. റിപ്പോർട്ടർ സുനിൽ G. കരവാളൂർ.
പുനലൂരിന്റെ പൊൻതിളക്കം അല്ലമീൻ ജ്വല്ലേഴ്സ് ഗോൾഡൻ ഡയമണ്ട്സ് പോസ്റ്റ് ഓഫീസ് ജംഗ്ഷൻ പുനലൂർ. തൂക്കുപാലത്തിന്റെ നാട്ടിൽ സ്വർണ്ണ വിസ്മയം തീർത്തുകൊണ്ട് ലൈറ്റ് വെയ്റ്റ് സ്വർണ്ണാഭരണങ്ങളുടെയും ഡയമണ്ട് ആഭരണങ്ങളുടെയും മഹനീയ ശേഖരം. പഴയ ആഭരണങ്ങൾ ഉയർന്ന വിലയിൽ വിൽക്കുവാനും ഉടൻ പേയ്മെന്റിനുമുള്ള സൗകര്യം. വിവാഹ പർച്ചേസുകൾക്ക് പ്രത്യേക ഓഫറുകളും ഡിസ്കൗണ്ടുകളും. എല്ലാ പർച്ചേസുകൾക്കും ഉറപ്പായ സമ്മാനങ്ങൾ. ഷോറൂം എല്ലാ ഞായറാഴ്ചകളിലും തുറന്നു പ്രവർത്തിക്കുന്നതാണ്. അല്ലമീൻ ജ്വല്ലേഴ്സ് ഗോൾഡൻ ഡയമണ്ട്സ് പോസ്റ്റ് ഓഫീസ് ജംഗ്ഷൻ പുനലൂർ. ഫോൺ 0475 291 2916 8129 69916.